വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രാഫ്റ്റ് ആയിട്ടാണ്. ഞാൻ വീഡിയോ കുറച്ച് ലോങ് ആക്കിയിട്ടുണ്ട്. ലോങ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബോക്സാണ്. നമുക്ക് കോൺഫ്ലക്സ്, ചോക്കോസ്, പിന്നെ അതുപോലെ തന്നെ ബൂസ്റ്റ് ഓറിക്സ് അങ്ങനത്തെ ഒക്കെ ബോക്സ് കിട്ടൂലേ അങ്ങനെ വാങ്ങുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ബോക്സ് എടുത്താൽ മതി. എന്നിട്ട് നമ്മളൊന്ന് അതിൻ്റെ മേൽക്കൂര പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം, ട്രയാങ്കിൾ ഷേപ്പിൽ. എന്നിട്ട് അത് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് തെർമാക്കോൾ പ്ലേറ്റോ അതോ കാർഡ്ബോർഡോ എടുക്കുക. എന്നിട്ട് അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്യണം. എന്നിട്ട് സ്ക്വയറിലോ അതോ റെക്റ്റാങ്കിളിലോ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഇഷ്ടികൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഒന്ന് നമുക്ക് മൊത്തം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തിട്ട് വരാം. അങ്ങനെ മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കണം. ഞാൻ ഫെവിക്കോൾ എടുത്തിട്ടൊന്ന് അവിടെ നിന്ന് അപ്ലൈ ചെയ്യുന്നത് ഞാൻ മാറിപ്പോയിട്ടാണ് അടിയിൽ ഇതാക്കി. അതിന് നമുക്ക് മേലെ നിന്നാണ് അടിക്ക് വരുന്നത്. മേളിൽ അവിടെ കൂർപ്പായി നിൽക്കുന്ന പോലെ ആ കോർണർ അവിടെ അങ്ങനെ നിൽക്കുന്ന പോലെ ആയതുകൊണ്ട് ഞാനവിടെ ചെറിയൊരു അതുപോലത്തെ ഒരു പീസ് അവിടെ ഒട്ടിച്ച് കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. നേരക്കായി ഒട്ടിച്ച് കൊടുത്ത ഒരു ഭംഗി ഉണ്ടാവില്ല. അത് സൈഡിലായിട്ട് ഡിസൈഡറായിട്ടൊക്കെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കേണ്ടത്. ഞാൻ ഒട്ടിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ ഒട്ടിക്കുന്നത് നോക്കിക്കോളൂ. അപ്പം ഇത് മൊത്തം ഞാൻ ഒട്ടിച്ചെടുക്കട്ടെ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളൊരു 4ാമത്തെ ലെയർ എത്തുമ്പോൾ അവിടെ ഒന്ന് മുകളിൽ ചെറിയൊരു വാതിൽ വെക്കണം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കാർഡ്ബോർഡ് പിക്സിൻ്റെ ബാക്കിലുണ്ടാവണ ഒരു പേപ്പർ ഉണ്ടായത് ഒന്ന് ചീന്തിട്ടാൽ നമുക്ക് ഇതേപോലത്തെ ഒരു ഷേപ്പ് കിട്ടും, സിക്സാക്ക് പോലെ. അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഡോറിൻ്റെ ഷേപ്പിൽ. പിന്നെ നമ്മൾ അടിയത്തെ ഒരു കുറച്ച് അത്യാവശ്യം വലിപ്പം മേളിൽ ഒട്ടിച്ചതിനെക്കാട്ടി വലിപ്പത്തിലൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതേ മെത്തേഡിൽ തന്നെ കാർഡ്ബോർഡ് ചെയ്തിട്ട് പിന്നെ കുറച്ച് വെള്ളം വാട്ടറും ഗമ്മും കൂടി മിക്സ് ചെയ്തിട്ടൊരു അതൊന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ടിഷ്യൂ പേപ്പർ ഒട്ടിക്കണം എന്തിനാന്ന് വെച്ചാൽ നമ്മളിതിനെ പെയിൻറ്റ് ചെയ്യുമ്പോൾ തെർമാക്കോളിൻ്റെ പ്ലാസ്റ്റിക് പ്ലേറ്റ് എടുത്തത് കൊണ്ട് അതിന്മേൽ ഒട്ടാൻ കുറച്ച് പണിയാണ്. അതുകൊണ്ടാണ് ഇത് ഒട്ടിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ പെയിൻ്റ് ആവാൻ കുറച്ചൊക്കെ പണിയാണ്. അതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ടുള്ള പേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടില്ല വെച്ചിട്ടാണ്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ ഒരു റൗണ്ടിലൊന്ന് അടിയിൽ ഒട്ടിച്ച് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ മുകളിൽ റൗണ്ട് ഷേപ്പിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോ കണ്ടാൽ മനസ്സിലാവും. എന്നിട്ട് ഞാൻ ബ്രൗൺ കളറൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫുള്ളൊന്ന് ബ്രൗൺ അപ്ലൈ ചെയ്യണം. ഞാൻ ഫ്രണ്ട് ഭാഗത്ത് മാത്രം സ്ക്വയർ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിലും ഗ്യാപ്പിലൊക്കെ നമുക്കൊന്ന് ബ്ലാക്ക് പെയിൻ്റ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ക്ലിപ്പിൻ്റെ ഒക്കെ ഒന്ന് പോയതാണ്. പിന്നെ കാർഡ്ബോർഡ് ഇതേപോലെയാണ് ഡോർ ഉണ്ടാക്കിയെടുത്തത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ മേൽക്കൂരക്കാണ് വീടിൻ്റെ മേൽക്കുള്ളതാണ്. ഇതിൻ്റെ ബാക്കിലുള്ള പേപ്പർ ഒന്ന് ചീന്തിയെടുത്താൽ നമുക്ക് ഇതേപോലത്തെ ഷേപ്പിൽ കിട്ടും. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ക്ലീൻ ആക്കിയിട്ട് അതിൻ്റെ ഇടയിലുള്ള പേപ്പറൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഇതിൻ്റെ മേൽക്ക് നമുക്ക് മടക്കിയിട്ട് വെച്ചെടുക്കാം. മാറിപ്പോണതാണ്. ട്രയാങ്കിൾ ഷേപ്പിൽ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഡോറിലും പിന്നെ മേളിലുള്ള ബാൽക്കണി പോലെ ചെയ്ത് കൊടുത്തൊക്കെ ഞാനൊന്ന് ഗോൾഡൻ പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെയൊക്കെ നോക്കിയപ്പോൾ എന്തോ ഭംഗി കുറവ്, അതുകൊണ്ട് ഞാൻ അവിടെ ഒന്ന് ഫ്ലവേഴ്സ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഈ ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇങ്ങനത്തെ ഫ്ലവേഴ്സിൻ്റെ വീഡിയോ ഒക്കെ വേണമെന്ന് കമൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.